നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPL ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ചെന്നൈ പ്ലേ ഓഫ് കളിക്കാൻ ഏതാണ്ട് എല്ലാ സാധ്യതയുള്ള ടീമാണ്. ലക്നൗ സൂപ്പർ ജയൻസ് പുറത്തു പോയ ടീമാണ്. പ്ലേ ഓഫിൽ എത്തില്ല എന്ന് ഉറപ്പായി ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ ടീമാണ്. അതുകൊണ്ട് ലക്നൗ സൂപ്പർ ജയൻസിന് ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ല. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇതൊരു സുവർണ അവസരമാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ഈ കളി ജയിച്ചാൽ അവർ 4ാം സ്ഥാനത്തേക്ക്, പോയിന്റ് ടേബിളിൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണ്, ഇന്ന് 4ാം സ്ഥാനത്തേക്ക് കയറും എന്നുള്ള ഉറപ്പാണ്. ഇതുവരെ 6 കളി ജയിച്ച് 12 പോയിൻ്റായിട്ടാണ് അവർ നിൽക്കുന്നത്. അവർക്ക് ഈ കളി ജയിച്ച 14 പോയിൻ്റായി. ഇന്നലെ വീണ്ടും പഞ്ചാബ് കിങ്സ് തോറ്റോടുകൂടി തുടർച്ചയായി 5 തവണ തോറ്റ് തുന്നമ്പാടി നിൽക്കുകയാണ് പഞ്ചാബ് കിങ്സ്. അവർ 7 കളികളിൽ 13 പോയിന്റ് ഉണ്ടായിരുന്നത് 12 കളി കഴിയുമ്പോൾ ആ 13 പോയിന്റ് തന്നെ നിൽക്കുകയാണ്. അവസാന 5 മത്സരങ്ങൾ അവർ തോറ്റു. അതോടുകൂടി ഇത് ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ 4ാം സ്ഥാനത്തേക്ക്, പ്ലേ ഓഫിലെ ആദ്യ 4 ടീമുകളിൽ ഒന്നായിട്ട് അവർ മാറും. പോയിന്റ് ടേബിളിൽ ഇനിയും കളികൾ ബാക്കിയുണ്ടെങ്കിലും ഇതിലൊക്കെ മാറ്റം വരാം. പക്ഷേ വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ ആദ്യമായിട്ട് 4ാം സ്ഥാനത്തേക്ക് അവർ വരും ഈ സീസണിൽ. പഞ്ചാബ് കിങ്സ് താഴേക്ക് പോരും, 5ാമതാവും. അപ്പോൾ ഒരു ഘട്ടത്തിൽ വലിയ വിജയങ്ങളുമായി മുന്നിൽ വന്നു നിന്ന പഞ്ചാബ് കിങ്സിൻ്റെ അവസ്ഥയാണിത്. അതേസമയം ആദ്യഘട്ടത്തിലൊക്കെ തോറ്റു നിന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഇതാ മുന്നിലേക്ക് വരികയും ചെയ്യുകയാണ്. അവർക്ക് ഏറ്റവും ഇനി ലക്നൗ സൂപ്പർ ജയൻസിനെ പോലെ തോൽപ്പിക്കാൻ, അതും അവസാന പോയിന്റ് ടേബിളിൽ അവസാനം കിടക്കുന്ന ടീമിനെ കൈ കിട്ടിയിരിക്കുകയാണ്. ഇത് തോൽപ്പിച്ചാൽ സഞ്ജുവിനും ചെന്നൈ സൂപ്പർ കിങ്സിനും, മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജുവിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ 4ാം സ്ഥാനത്തേക്ക് പോകാൻ പറ്റും. ഇതൊരു സുവർണ അവസരമാണ്. ഇത് എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സും സഞ്ജു സാംസണും കളയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് നമ്മൾ കഴിഞ്ഞ കളികളിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ കളിയിൽ വേറൊരു വ്യത്യാസമുണ്ട്. അവർക്ക് ഒരു സമ്മർദ്ദവും ഇല്ല. അവർ പുറത്തു പോയി എന്ന് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു സമ്മർദ്ദവും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടും വിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചെന്നൈ സൂപ്പർ കിങ്സ് മനസ്സിലാക്കി അവരുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് കളിച്ചാൽ, സഞ്ജു ഒക്കെ നല്ല നിലയിൽ കളിച്ച് ഒരു സെഞ്ചുറിയൊക്കെ അടിച്ചാൽ തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിന് സുവർണാവസരമാണ്. അവർ പ്ലേ ഓഫിലേക്ക് ആദ്യത്തെ 4 ടീമിൽ 4ാം സ്ഥാനത്തായിട്ട് വരും എന്നുള്ള ഉറപ്പാണ്. ഇത് കഴിഞ്ഞാലും കളികളുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്. അപ്പോൾ ഇതൊരു നല്ല സാധ്യതയാണ്. LSG പോലൊരു ടീമിനെ കിട്ടിയാൽ തോൽപ്പിക്കാൻ പറ്റുന്ന വളരെ നല്ല സാഹചര്യമാണ്. പക്ഷേ LSG അത്ര എളുപ്പത്തിൽ കീഴടങ്ങുന്നൊന്നും കരുതേണ്ടതില്ല. അവർക്ക് സമ്മർദ്ദമില്ലാത്തത് കൊണ്ട് തന്നെ അവർ വളരെ തുറന്ന് കളിക്കും. ആ കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് ഒരു സമ്മർദ്ദമില്ല, കാരണം പുറത്തു പോയി. അപ്പോൾ ആ കളി ജയിച്ചു, പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു മുംബൈ ഇന്ത്യൻസ്. അതുപോലെ ലക്നൗ സൂപ്പർ ജയൻസും ആ ഒരൊറ്റ വാശിയിൽ തന്നെയായിരിക്കും വരിക. ആ ഒരു തുറന്ന കളിക്കാൻ വേണ്ടി തന്നെയാണ് വരിക. ചെന്നൈ സൂപ്പർ കിങ്സ് അത് മനസ്സിലാക്കി അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ കളിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഉറപ്പായിട്ടും ജയിക്കാം. സഞ്ജുവിനും ചെന്നൈ സൂപ്പർ കിങ്സിന് അതൊരു വലിയ ആശ്വാസമായിരിക്കും, ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും.